Hi all, welcome back. CA സിസ്റ്റം ക്ലോസിംഗ് ഓപ്ഷൻ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തത് ഓഗസ്റ്റ് 3-നാണ്. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഡിസ്കഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും പറഞ്ഞത് മാർക്കറ്റ് സ്കാം ആണ്, ഇന്ത്യൻ മാർക്കറ്റ് മാനിപ്പുലേഷൻ ആണ്. ഈവൻ ഒരു ദിവസം നമ്മൾ നോ ട്രേഡിംഗ് ഡേ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ ഒരു CA സിസ്റ്റം ട്രേഡേഴ്സിനെ ബാധിച്ചോ, എസ്പെഷ്യലി എന്നെ ബാധിച്ചോ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എന്നെ ബാധിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ബാധിച്ചിട്ടില്ല, 100%. അതിൻ്റെ പ്രൂഫ് ഞാൻ കാണിക്കാം. അതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ CA സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്ത സമയത്ത് ഇതൊരു പുതിയ റൂളാണ്, പുതിയ റെഗുലേഷൻസ് ആണ്. അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും ഇതുപോലുള്ള റൂൾസുകൾ എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ബി പ്രിപ്പയർഡ് ആയിരിക്കുക. ഇതുപോലുള്ള ചേഞ്ചസ് ഇനിയും വരും. ഞാൻ മുൻപും 2 വർഷം മുൻപേ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള റൂൾസുകൾ ഇപ്പോഴും ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ബി പ്രിപ്പയർ ആയിരിക്കാം. അപ്പോൾ CA സിസ്റ്റം ഇതുപോലുള്ളൊരു സിസ്റ്റം വരുന്ന സമയത്ത് പല ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി ബ്ലെയിം ചെയ്യുന്നത്. മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി ബ്ലെയിം ചെയ്യും, അല്ലെങ്കിൽ സെബീനെ ബ്ലെയിം ചെയ്യും. ഞാൻ പലപ്പോഴും പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്, ഓക്കെ, ഇന്ത്യൻ മാർക്കറ്റ് സ്കാം ആണ്, മാനിപ്പുലേഷൻ ആണ് എന്നുള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും പുതിയൊരു സിസ്റ്റം വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിനെ ബ്ലെയിം ചെയ്യരുത്. ബ്ലെയിം ചെയ്യുക മീൻസ് അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായി? ആ ഒരു നെഗറ്റിവിറ്റി കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ലെന്ന് മാത്രമല്ല, അതെങ്ങനെയാണ് നിങ്ങൾ ഇന്ന് മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി ബ്ലെയിം ചെയ്തു, നാളെ പോയിട്ട് ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു ട്രേഡ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും? ഒരിക്കലും പറ്റില്ല. നിങ്ങൾ മാർക്കറ്റ് സ്കാം ആണെന്ന് പറയുവാണെങ്കിൽ നിങ്ങളൊരു എൻട്രി എടുത്തിട്ട് നിങ്ങൾക്കെതിരെ ഒരു ചെറിയൊരു റെഡ് ക്യാൻഡിൽ വരുന്ന സമയത്തിന് നിങ്ങൾ പാനിക്കാവും. നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റ് സ്കാം ആണ്, റീറ്റെയിൽ ട്രേഡേഴ്സ് എൻട്രി എടുക്കുന്നതിന് എതിരായിട്ട് മാത്രമേ മൂവ്മെൻറ്റ് ചെയ്യുള്ളൂ എന്ന കാര്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ മാത്രമേ ചിന്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എൻ്റെ സജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ബ്ലെയിം ചെയ്യരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരാളുടെ അഭിപ്രായം നിങ്ങളുടെ തലയിലോട്ട് കയറ്റരുത്. അതേഴ്സ് ഒപ്പീനിയൻ. അതായത് സോഷ്യൽ മീഡിയയുള്ള ഞാനാണെങ്കിൽ ശരി, വേറൊരാളാണെങ്കിൽ ശരി, ഞാൻ പറയുന്നത് അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നത് നിങ്ങളുടെ തലയിലോട്ട് കയറ്റേണ്ട ആവശ്യമില്ല. ഒന്ന്, അവരും ഞാൻ ആ ഒരു CSSന് ശേഷം എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് സ്കാം ആണ്, മാനിപ്പുലേഷൻ ആണ്. അപ്പോൾ അത് നിങ്ങളുടെ ഒപ്പീനിയൻ അല്ല, അത് അവരുടെ ഒപ്പീനിയനാണ്. ട്രേഡിങ്ങിൽ ഏറ്റവും വലിയ സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ഒപ്പീനിയന് വില കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വൺ ഓഫ് ദ സ്കില്ല് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വേണ്ടത്. അത് നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും തോന്നണമെങ്കിൽ, മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് നിന്നായിരിക്കണം. റൈറ്റ്? അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പം ഇത് CA സിസ്റ്റം ഓഗസ്റ്റ് 3-നാണ് വന്നിരുന്നത്. ഓക്കെ, അതിനു മുൻപ് ഒരു റൂൾസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം എനിക്ക് 2024 വീക്കിലി എക്സ്പയറി എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. 2024 സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ അന്ന് എല്ലാ ദിവസങ്ങളിലും എക്സ്പയറി ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ട്രേഡ് ചെയ്യുന്നത് വേറൊരു സെറ്റപ്പിൽ, അല്ലെങ്കിൽ വേറൊരു സ്റ്റൈലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് അഗ്രസീവ് മെത്തേഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തു പോകുന്ന ഞാൻ പെട്ടെന്ന് ഈ ഒരു സിസ്റ്റത്തിന് ശേഷം, ആ റൂൾ ചേഞ്ച് ചെയ്തതിന് ശേഷം ഒരു ഡ്രോ ഡൗണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാരണം പെട്ടെന്ന് വന്ന ചേഞ്ചസ് എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ എങ്കിലും എനിക്ക് വലിയ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഡ്രോ ഡൗണിൽ. പക്ഷേ സ്റ്റിൽ ഞാൻ ഒരിക്കലും മാർക്കറ്റിനെ ബ്ലെയിം ചെയ്തിട്ടില്ല, സെബീനെ ബ്ലെയിം ചെയ്തിട്ടില്ല, റൂൾസിനെ ചേഞ്ച് ചെയ്യുന്നൊന്നും ബ്ലെയിം ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് അതിനെ പഠിച്ചു, അതിനെ അഡാപ്റ്റ് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അത് റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ചെയ്തത്, ഞാൻ ബ്ലെയിം ചെയ്തിട്ടില്ല. അന്ന് ഞാൻ ഒരുപാട് ആൾക്കാർ, പ്രൊഫഷണൽ ട്രേഡേഴ്സിൻ്റെയൊക്കെ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ട്വിറ്ററിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് അവരൊക്കെ വാക്കുകൾ കേട്ടിട്ട് എൻ്റെ മൈൻഡിലോട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് എനിക്ക് ട്രേഡുകൾ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു നെഗറ്റിവിറ്റി ആയിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ. എനിക്ക് തോന്നുന്നു ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് എനിക്കൊരു ഡ്രോ ഡൗൺ അവിടെ വന്നിരുന്നത്. പക്ഷേ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി, പഠിച്ചു. മാർക്കറ്റിന് ഞാൻ ആ ഒരു സമയത്ത് ഒരിക്കലും ബ്ലെയിം ചെയ്തിട്ടില്ല. ഞാൻ മാർക്കറ്റിനെ പഠിച്ചു, അത് അഡാപ്റ്റ് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ഞാനത് റിക്കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനു മുൻപും അത് വീക്കിലി എക്സ്പീരിയൻസ്, അതിനു മുൻപ് എനിക്കൊന്ന് 2021 ഇക്വിറ്റിയിലും പുതിയ റൂൾസും റെഗുലേഷൻസൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇനിയും വരും. അപ്പം നമ്മളെപ്പോഴും പ്രിപ്പയർ ആയിരിക്കുക. ആൻഡ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യമാണ്. ഞാൻ ഓൾറെഡി ഓഗസ്റ്റ് 3 തന്നെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലെയിം ചെയ്യരുത്. നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് പഠിക്കുക, പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്, മറ്റുള്ളവരുടെ, അത് ഈവൻ പ്രോഫിറ്റബിൾ ട്രേഡർ ആണെങ്കിലും ശരി, ചുമ്മാ ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിലും ശരി, അവരുടെ അഭിപ്രായം നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ കാര്യം
ആണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഇനി ഞാൻ എൻ്റെ ചാർട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനൊരു പ്രൂഫ് ചോദിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റം ഞാൻ യൂസ് ചെയ്യുന്ന ലെവൽസിൽ യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് 1-2 എക്സാമ്പിൾ കാണിച്ചു തരാം. ഓഗസ്റ്റ് 3-നാണ്. അപ്പോൾ ഈ ലെവൽസ് എന്ന് പറഞ്ഞത് ഇതൊരു പ്രൈവറ്റ് ഇൻഡിക്കേറ്റർ ആണ്, നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി തോന്നി. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സിസ്റ്റം ഒന്ന് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ലെവൽസിൻ്റെ ആക്സസ് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം. ഓഗസ്റ്റ് 3-ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു, സപ്പോർട്ട് എടുത്തു. ഇതൊരു ഡിമാൻഡ് ഏരിയ ആണ്. മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോയതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പം ആ ഒരു ദിവസം നമുക്ക് വളരെ ഈസിലി പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. നെക്സ്റ്റ് ഡേ ഓഗസ്റ്റ് 3-നാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. നെക്സ്റ്റ് ഡേ CS-ന് ശേഷം വളരെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു. വളരെ ഫാസ്റ്റ്ലി ഒരു റെഡ് ക്യാൻഡിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരു സിഗ്നലാണ് മാർക്കറ്റിലൊരു സെല്ലിംഗ് മൊമെൻറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ എക്സാക്ട്ലി നമ്മുടെ വേവ് ചാനൽ പ്ലസ് ഡിമാൻഡ് സോണിൽ സപ്പോർട്ട് എടുത്തു, അപ്പ് സൈഡിലോട്ട് പോയി. ദെൻ അഗെയിൻ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു ദിവസം നോക്കുവാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എൻ്റെ ലെവൽസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവൻ പ്രീമിയത്തിലും നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. യാതൊരു ചേഞ്ചസും എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബ്ലെയിം ചെയ്തത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരുപാട് പേര് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഈ ഒരു ദിവസം കറക്റ്റായിട്ട് മാർക്കറ്റ് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത്. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വലിയൊരു ഗ്യാപ്പ് വന്ന സമയത്ത് എല്ലാവരും മാർക്കറ്റിനെ കുറ്റം പറഞ്ഞു, ബ്ലെയിം ചെയ്തു. ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് മാർക്കറ്റ് ടഫായിട്ട് തോന്നുന്നത്. ഈവൻ നിങ്ങൾക്ക് ഇവിടെ നഷ്ടം വന്നാലും നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കില്ല, നിങ്ങൾ മാർക്കറ്റിനെ ബ്ലെയിം ചെയ്യും. പക്ഷേ ഇവിടെ നോക്കുവാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ ലെവൽസ് വർക്ക് ചെയ്തിട്ടുണ്ട്, യാതൊരു ചേഞ്ചസും അവിടെ വന്നിട്ടില്ല. നെക്സ്റ്റ് ഡേ നോക്കുവാണെങ്കിലും ഇപ്പോൾ ഞാനിവിടെ ബാങ്ക് നിഫ്റ്റിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ബാങ്ക് നിഫ്റ്റിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി എടുത്തിരിക്കുന്നത്. നിഫ്റ്റിയും സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഒരു സ്ട്രോങ് സെല്ലിംഗ് നടന്നു. നെക്സ്റ്റ് ഡേ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മുടെ സോൺ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സോൺ ഉണ്ട്. അപ്പോൾ എക്സാക്ട്ലി മാർക്കറ്റ് റിജക്ഷൻ 1, 2, 3 തവണ എടുത്തു. അപ്പോൾ ആ ഒരു ലെവൽ വീക്ക് ഒരുപാട് സ്ട്രോങ് ആണ്. കാരണം ആ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല, ഇനഫ് ബയേഴ്സ് ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ട്രോങ് സെല്ലിംഗ് നടന്നുകൊണ്ട് തന്നെ ഹയർ പ്രൈസിലോട്ട് വരുന്ന സമയത്ത് ഈ പ്രൈസ് എക്സ്പെൻസീവ് ആയിട്ടാണ് ബയേഴ്സ് കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഡൗൺ സൈഡ് മൂവ്മെൻറ്റിൽ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എക്സാക്ട്ലി അവിടെ നിന്ന് ഒരു സ്ട്രോങ് സെല്ലിംഗ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പം ആ ഒരു ദിവസവും വളരെ പെർഫെക്റ്റ് ആയിട്ട് ലെവൽസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം നമ്മൾ നോക്കുവാണെങ്കിൽ സെയിം ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു, സസ്റ്റെയിൻ ചെയ്തു. ദെൻ ലോവർ ലെവലിൽ നിന്ന് ആക്സെപ്റ്റൻസ് കാണാം. ദെൻ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടത്തിയായിട്ട് കാണാം. അപ്പം ആ ഒരു CA സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത നെക്സ്റ്റ് കുറച്ച് ദിവസങ്ങളിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് എൻ്റെ ഈ ലെവൽസുകൾ വർക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാ ആൾക്കാരും മാർക്കറ്റ് ബ്ലെയിം ആണ്, മാനിപ്പുലേഷൻ ആണ്, അതിൻ്റെ പുറകെ പോയ സമയത്ത് ഞാനിവിടെ കറക്റ്റായിട്ട് എൻ്റെ റൂൾ ഫോളോ ചെയ്ത് പ്രോഫിറ്റ് എടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കുവാണെങ്കിൽ സെയിം തന്നെയാണ്. ഇവിടെയും സെയിം. ഇവിടെ ഞാൻ ട്രേഡുകൾ ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടില്ല, ഞാൻ ആക്ച്വലി ഹോളിഡേയിലായിരുന്നു. പക്ഷേ സ്റ്റിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരൊക്കെ ഈ ലെവൽസൊക്കെ ട്രേഡുകൾ ഒരുപാട് പേര് കൺസിഡർ ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ദെൻ മാർക്കറ്റിൽ നെക്സ്റ്റ് ഡേ എല്ലാ ദിവസങ്ങളും നോക്കുവാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ലെവൽസുകൾ വർക്ക് ചെയ്തിരിക്കുന്നത്. മുൻപ് റെസ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈവൻ ഇന്നത്തെ ഈ ഒരു ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് വന്നു, ബ്രേക്ക് ഡൗൺ ചെയ്തു, താഴോട്ട് പോയി. പിന്നെ ഈ ഒരു ഡിമാൻഡ് സോണിൽ വന്നു ആൻഡ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, ലെവൽസ് കൺഫർമേഷൻ കിട്ടി, ഒരു സ്ട്രോങ് അപ്പ് സൈഡ് മൂവ്. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോണാണ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണാണ്. ഓരോ സോണിനും ഓരോ ലെവൽസും പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ ഞാൻ എൻ്റെ അടുത്തൊരു ട്രേഡ് കൂടി ഞാൻ പറയാം. മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഒരു അപ്പ് ട്രെൻഡ് മൂവ്മെൻറ്റ് നടത്തി, പക്ഷേ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ നടത്തി. ഫസ്റ്റ് ഈ ലെവലിൽ നിന്ന് റിജക്ഷൻസ് വന്നു. അപ്പോൾ ഞാനൊന്ന് വെയിറ്റ് ചെയ്തിരുന്നു, നെക്സ്റ്റ് വന്നു. പിന്നെ ഈ ഒരു പുൾ ബാക്കിൽ ഇവിടെയാണ് ഞാൻ പുട്ട് ഓപ്ഷൻ എൻട്രി എടുത്തിരുന്നത്. അത് ഞാൻ എൻ്റെ ലൈവായിട്ട് തന്നെ നമ്മുടെ ടെലഗ്രാം സ്റ്റുഡൻറ്റ് ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് എൻട്രി എടുത്തു, നെക്സ്റ്റ് ലെവലിൽ പ്രോഫിറ്റ്, നെക്സ്റ്റ് ലെവലല്ല നെക്സ്റ്റ് ഈ ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്തു. റൈറ്റ്. അപ്പം ഇത്രയും എനിക്ക് പറയാനുള്ളൂ. സോ നമ്മുടെ ലെവൽസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആൻഡ് ഒരു സജഷൻ കൂടി ഉള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ എന്ത് ചേഞ്ചസ് വന്നാലും നിങ്ങൾ മാർക്കറ്റിനെ ബ്ലെയിം ചെയ്യരുത്. അങ്ങനെ ബ്ലെയിം ചെയ്യുന്ന ആൾക്കാരെ ഫോളോ ചെയ്യാതിരിക്കുക. ഫസ്റ്റ് ബ്ലെയിം ചെയ്യുന്ന ആൾക്കാർ മാർക്കറ്റിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് കൂടുതലും മാർക്കറ്റിൽ ബ്ലെയിം ചെയ്യുന്നത്. മാർക്കറ്റ് അതാണ് ഇതാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, പിന്നെ CS സിസ്റ്റം ഡെഫിനറ്റ്ലി ബാധിച്ചിട്ടുണ്ട്, ഓപ്ഷൻ സെല്ലേഴ്സിനെ ബാധിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതൊക്കെ അവർക്ക് അഡാപ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. മുൻപ് കുറ്റം പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? മുമ്പ് മാർക്കറ്റ് സ്കാം എന്ന് പറയുന്ന ആൾക്കാർ വീണ്ടും ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നു. ഓപ്ഷൻ സെല്ലേഴ്സ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നുണ്ട്. എക്സ്പയറി ഡേയിൽ അവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു 3:15 മുൻപ് പല ആൾക്കാരും സ്ക്വയർ ഓഫ് ചെയ്യാറും അല്ലേ. അപ്പം മാർക്കറ്റിനെ കുറ്റം പറയുന്ന ആൾക്കാർ ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവരുടെ ആ ഒരു വാക്ക് കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് നെഗറ്റിവിറ്റി കൊണ്ടുവരും. നെഗറ്റിവിറ്റി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക്
ഒരിക്കലും നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റില്ലെന്നേ, ഒരിക്കലും പറ്റില്ല. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാരെ മാത്രം ഫോളോ ചെയ്യുക. എല്ലാവരെയും ഫോളോ ചെയ്യണം നിർബന്ധമില്ല. ആൻഡ് ഓൾസോ എല്ലാവരും പറയുന്നത് നമ്മുടെ മൈൻഡിലോട്ട് കേൾക്കേണ്ട ആവശ്യമില്ല. ഓക്കെ കേസ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ആൻഡ് ഓൾസോ ഈ ഒരു ലെവൽസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാനിത് പബ്ലിക്കലി അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽസിൻ്റെ എഡ്ജ് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നത്. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ലെവൽസുകളും ഈ ലെവൽസ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി എക്സ്ട്രാ കാര്യങ്ങൾ, എങ്ങനെയാണ് എൻട്രി എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ, താങ്ക് യു.